ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിസർവേറ്റീവ് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ മയനീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്, വിനാഗിരി, ചെറുനാരങ്ങയുടെ നീര്, വെളുത്തുള്ളി, തൈരാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. തൈരിന് പകരം നമുക്ക് പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എണ്ണ ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് മയനീസ്, ക്രീമി ആയിട്ടുള്ള മയനീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്ക് സ്പൈസി മയനീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് മുൻപ് ഉപയോഗിച്ച സാധനങ്ങൾ കൂടാതെ റെഡ് ക്യാപ്സിക്കം, ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി പൗഡർ എന്നിവയെല്ലാം കൂട്ടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് രൂപത്തിലേക്ക്, ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ അതും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റി ഹോംലി മയനീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോർമൽ മയനീസും സ്പൈസി ആയിട്ടുള്ള മയനീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിസർവേറ്റീവ് ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ മയനീസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഉപ്പ്, വിനാഗിരി, ചെറുനാരങ്ങയുടെ നീര്, വെളുത്തുള്ളി, തൈരാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. തൈരിന് പകരം നമുക്ക് പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എണ്ണ ഓയിലൊന്നും ഉപയോഗിക്കാതെ നമുക്ക് മയനീസ്, ക്രീമി ആയിട്ടുള്ള മയനീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമുക്ക് സ്പൈസി മയനീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് മുൻപ് ഉപയോഗിച്ച സാധനങ്ങൾ കൂടാതെ റെഡ് ക്യാപ്സിക്കം, ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി പൗഡർ എന്നിവയെല്ലാം കൂട്ടി മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് രൂപത്തിലേക്ക്, ക്രീമി ടെക്സ്ചറിലേക്ക് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ അതും അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് ടേസ്റ്റി ഹോംലി മയനീസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോർമൽ മയനീസും സ്പൈസി ആയിട്ടുള്ള മയനീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം.